2025 ഏപ്രിലെ കറണ്ട് അഫയേഴ്സ് ആണ്. ആദ്യമായിട്ടൊരു സംസ്ഥാനത്തിലെ നിയമസഭാ ബില്ലുകൾ സുപ്രീം കോടതിയുടെ ഉത്തരവിനാൽ നിയമമാക്കപ്പെടുന്ന ആ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. സാധാരണഗതിയിൽ നിയമസഭാ ബില്ലുകൾ സുപ്രീം കോടതി ഉത്തരവിനാൽ നിയമമാക്കപ്പെടാറില്ല. പക്ഷേ ആദ്യമായിട്ട് അത്തരത്തിൽ നിയമമാക്കപ്പെടുന്ന സുപ്രീം കോടതി ഉത്തരവിനാൽ ഒരു ബില്ല് നിയമമാക്കപ്പെടുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ ഗവർണർ ആരാണ്? RN രവിയാണ് തമിഴ്നാട് ഗവർണർ എന്ന് പറയുന്നത്. ഇങ്ങനെ നിയമമാക്കപ്പെടുമ്പോൾ ആ സുപ്രീം കോടതി ബെഞ്ചിൽ ഉണ്ടായിരുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് ജസ്റ്റിസ് JB പർദിവാലയും അതുപോലെ തന്നെ ജസ്റ്റിസ് മനോജ് മിശ്രയുമാണ് ആ പറയുന്ന സുപ്രീം കോടതി ബെഞ്ചിൽ ഉണ്ടായിരുന്നത്. ആർട്ടിക്കിൾ 142 പ്രകാരമാണ് ഈ പറയുന്ന നിയമസഭാ ബില്ല് സുപ്രീം കോടതിയുടെ ഉത്തരവിനാൽ നിയമമാക്കപ്പെടുന്നത്. ഓക്കെ. 2025 മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത നെൽവിത്തിനമാണ്. 2 നെൽവിത്തിനം വികസിപ്പിച്ചെടുത്തു, ആദിയും പുണ്യയും. അപ്പോൾ 2025 മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത നെൽവിത്തിനമാണ് ആദിയും പുണ്യയും എന്ന് പറയുന്നത്. 2024 48ാമത് കേരള ഫിലിം ക്രിട്ടിക് അവാർഡ്സിനെ പറ്റി നോക്കാം. 2024 48ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ്. മികച്ച ചലച്ചിത്രം എന്ന് പറയുന്നത് ഫെമിനിച്ചി ഫാത്തിമയാണ്. നടൻ എന്ന് പറയുന്നത് ടോവിനോ തോമസും. നടിമാർ എന്ന് പറയുന്നത് 2 പേരാണ്, നസ്രിയയും റീമ കല്ലിങ്കലുമാണ് മികച്ച നടിമാരായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. 2024 48ാമത് കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ് 2025 ഏപ്രിലിൽ നൽകുകയുണ്ടായത്. ഇനി അടുത്തത് RBIയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ് പൂനം ഗുപ്ത എന്ന് പറയുന്നത്. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് 2025 നിയമിതയായ വനിതയാണ് പൂനം ഗുപ്ത എന്ന് പറയുന്നത്. ഇനി അതുപോലെ 2025 ലോക പുസ്തക തലസ്ഥാന നഗരമായി തിരഞ്ഞെടുക്കപ്പെട്ടത് റിയോ ഡി ജനീറോ ആണ്. ബ്രസീലിലെ റിയോ ഡി ജനീറോ ആണ് 2025 ഏപ്രിലിൽ ലോക പുസ്തക തലസ്ഥാന നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരളത്തിലെ 50ാമത് ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ജയാ തിലക